അല്ല, ആര് പറഞ്ഞു എന്നുള്ളതല്ല. SDPI പറഞ്ഞാലും മുസ്ലിം ലീഗ് പറഞ്ഞാലും മറ്റൊരാൾ പറഞ്ഞാലും അതൊരു വസ്തുതയല്ലേ. ഈ കേസിൽ പത്മരാജൻ എന്ന് പറയുന്ന പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് CPM നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ ഉദാഹരണങ്ങളാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സമീപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എണ്ണി പറഞ്ഞത്. അത് പരസ്യമായി മൈക്ക് കെട്ടി പറയുന്നത് SDPIക്കാരാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അതിനെ നിസ്സാരവൽക്കരിക്കേണ്ടതാണോ? ഞങ്ങളിപ്പോഴും വ്യക്തമാക്കി പറയുന്നത്, ഈ കേസിൻ്റെ നാൾവഴികളിൽ ഓരോന്നിലും ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ CPM ഉണ്ടായിരുന്നു. ഈ പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ CPMൻ്റെ നേതാക്കന്മാരുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് SDPI പറഞ്ഞാലും മുസ്ലിം ലീഗ് പറഞ്ഞാലും വസ്തുതയാണെങ്കിൽ വസ്തുത അംഗീകരിക്കേണ്ടതില്ലേ? അതിനെതിരായിട്ട് ഇങ്ങനെ വർഗീയപരമായിട്ട് ഒരു പരാമർശം നടത്തേണ്ടതാണോ? ഇനി SDPIയെ കുറിച്ച് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് എങ്കിൽ ഈ പറച്ചലിന് എന്ത് മര്യാദയാണുള്ളത്? SDPIയെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത് എങ്കിൽ പോലും പീഡിപ്പിക്കപ്പെട്ടതൊരു മുസ്ലിം പെൺകുട്ടിയായതുകൊണ്ടാണ് ഇവർ ഈ നിലപാടെടുക്കുന്നത് എന്ന് പറയാം. അപ്പുറത്ത് പ്രതിയായിട്ടുള്ള ആളുകൾ ഒരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട സഹോദരനാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഈ നിലപാടുകൾ എടുക്കുന്നത് എന്ന് പറയാം. കേരളത്തിൽ നിലനിന്ന് പോകുന്ന ഒരു സൗഹാർദ്ദം ആ വിധത്തിൽ വർഗീയപരമായിട്ടുള്ള ഒരു ചേരിതിരിവുണ്ടാക്കിയിട്ട് എന്തിനാണ് തകർക്കാൻ ശ്രമിക്കുന്നത്? CPM പോലുള്ള ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? അതല്ലേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. അദ്ദേഹം അതിന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാനുണ്ടായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ പറയുന്നത്. അതൊരു വസ്തുതയാണ്. അത് CPM, അത് മുസ്ലിം ലീഗ് പറഞ്ഞാലും SDPI പറഞ്ഞാലും ആര് പറഞ്ഞാലും അതൊരു വസ്തുതയാണ് എന്ന് കേരളം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അല്ല, ഞാൻ ഈ SDPIയെ ന്യായീകരിക്കുകയല്ല, അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്നത്, ഇപ്പോഴും പറയുന്നത്, ഈ കേസ് അട്ടിമറിക്കാൻ CPM നടത്തിയിട്ടുള്ള ശ്രമങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ പോഷക ഘടകങ്ങളൊക്കെ നിരന്തരമായിട്ട് പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് MSFൻ്റെ പ്രവർത്തകന്മാർ മാർച്ച് നടത്തിയിട്ടുണ്ട്. ആ മാർച്ചിനെയൊക്കെ അതിക്രൂരമായിട്ടാണ് പോലീസ് നേരിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കുറ്റപത്രം സമർപ്പിക്കാൻ അവസാന നിമിഷം വരെ കാത്തു നിന്നിട്ടും ഭാഗികമായിട്ടുള്ള കുറ്റപത്രമാണ് സമർപ്പിക്കപ്പെട്ടത്. ഇതിലൊക്കെ പോലീസ് സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ പിന്നിൽ CPM ഉണ്ടായിരുന്നു എന്ന് സംശയിച്ചാൽ അവരെ എങ്ങനെയാണ് കുറ്റം പറയാൻ പറ്റുക? അത് പറയുന്നത് SDPIക്കാരാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അത് തെറ്റായി വ്യാഖ്യാനിക്കണോ? അത് പറയുന്നത് മുസ്ലിം ലീഗുകാരാണ് എന്നുള്ളത് കൊണ്ട് അതിന് തെറ്റായി വ്യാഖ്യാനിക്കണോ? ഈ വസ്തുതയൊക്കെ കാണാതെ ഈ വിഷയത്തെ നമ്മൾ എന്തിനാണ് മറ്റൊരു തലത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നതാണ് എൻ്റെ ചോദ്യം. അതിനവർ മറുപടി പറയട്ടെ.